ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ വല്ലാതെ അങ്ങ് സ്നേഹിക്കുക, സ്നേഹത്തിൻ്റെ പരകോടിയിലെത്തി എത്രത്തോളം വാഗ്ദാനങ്ങൾ പരസ്പരം കൊടുക്കാമോ അത്രത്തോളം വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു. ജീവിതത്തിൻ്റെ പല പല സ്വപ്നങ്ങൾ മെനഞ്ഞു വെക്കുന്നു. അതിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നു. അതിനുശേഷം ഇതിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ബെറ്റർ ലൈഫ് കിട്ടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ചിന്തകൾ ആരംഭിക്കാൻ തുടങ്ങും. അതും പക്വതയാർന്ന ചിന്തകൾ. എനിക്ക് പറ്റിയ ആളാണോ ഇത്? ഇനി ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തുടർന്ന് പോയിക്കൊണ്ടിരുന്നാൽ ശരിയാവോ? എനിക്കിതിൽ നിന്നും ബെറ്റർ ആയിട്ടുള്ളൊരു ജീവിത പങ്കാളിയെ കിട്ടില്ലേ? ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തേപ്പ് എന്നൊരു സംഭവം നടക്കുന്നു. ഇതിനെ തുടർന്ന് ഓപ്പോസിറ്റ്, അതായത് തേപ്പ് കിട്ടിയ വ്യക്തിക്ക് സ്വാഭാവികമായിട്ട് മനസ്സിൽ കൊണ്ടു നടന്ന അത്രയധികം വിശ്വാസത്തിൽ കൊണ്ടു നടന്ന ഒരു വ്യക്തിയെ നിന്നാണ് ഇത് കിട്ടുന്നത്. ആ സ്നേഹം അല്ലെങ്കിൽ ആ പ്രണയം പിന്നീട് പകയായി മാറുന്നു. ആ പക പിന്നീട് കൊലപാതകത്തിൽ കലാശിക്കുന്നു. ഇത്തരത്തിലുള്ള വാർത്തകൾ തുടർക്കഥയായിട്ട് കുറേ കാലങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുക, അല്ലെങ്കിൽ കത്തി കൊണ്ട് കുത്തിക്കൊല്ലുക, അതല്ലെന്നുണ്ടെങ്കിൽ മുഖത്ത് ആസിഡ് ഒഴിക്കുക. ഇങ്ങനെ ഒരുപാട് വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതേ സമാനതയിലുള്ളൊരു വാർത്തയാണ് ഇന്നലെ കൊല്ലം ജില്ലയിൽ നടന്നിട്ടുള്ളത്. 22 വയസ്സ് മാത്രം പ്രായമുള്ള തേജസ് എന്ന് പറയുന്ന യുവാവ്, അവനെ കൃത്യമായിട്ട് കല്യാണം പറഞ്ഞുറപ്പിച്ചിരുന്ന, പിന്നീട് അതിൽ നിന്ന് മാറിയ പെൺകുട്ടിയുടെ സഹോദരനായിട്ടുള്ള ഫെബിനെ വീട്ടിൽ കയറി കുത്തിക്കൊല്ലുന്നു. അതിനിടയിൽ കയറിയിട്ടുള്ള അച്ഛനും കുത്തേൽക്കുകയാണ് ചെയ്യുന്നത്. അച്ഛൻ്റെ കിട്ടിയിട്ടുള്ളതും വാരികല്ലിനും കയ്യിലൊക്കെ കുത്തേറ്റിട്ടുണ്ട്. അതും ഈ പറഞ്ഞ അത്യാവശ്യം നല്ല ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ഹോസ്പിറ്റലിൽ പ്രവേശിച്ചിട്ടുള്ളത്. ഫെബിന് കിട്ടിയിട്ടുള്ള കുത്ത് അത്രയും ആഴത്തിലുള്ളതായതുകൊണ്ടും പിന്നീട് ഈ പറയുന്ന എന്തിനും തുനിഞ്ഞു വന്നതായിരുന്നു തേജസ് എന്ന് പറയുന്ന യുവാവ്. അതുകൊണ്ട് തന്നെയാണല്ലോ അവൻ കൃത്യമായിട്ട് ഈ ഒരു കാര്യം ചെയ്തതിന് ശേഷം ട്രെയിന് മുന്നിൽ ചാടി അവനും മരണപ്പെടുന്നതെന്ന് പറയുന്നത്. അപ്പം എത്രയോ കാലം മുന്നോട്ട് ഇനി ജീവിക്കേണ്ട 2 യുവാക്കളുടെ ജീവിതമാണ് അവിടെ പൊലിഞ്ഞു പോകുന്നത്. ഈ പൊലിഞ്ഞു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് മാത്രമേ ഉള്ളൂ. പക്വതയില്ലാത്ത പ്രായത്തിൽ അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത സമയത്ത് സ്വാഭാവികമായിട്ടും അതിന് കൂട്ടായി നിൽക്കേണ്ട, നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കേണ്ട മാതാപിതാക്കൾ എടുക്കുന്ന തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ തന്നെയാണ് ഈ 2 കുട്ടികളുടെ ജീവനോടെ കവർന്നെടുത്തതെന്ന് പറയുന്നത്. അതായത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതൊക്കെ ഇവിടെ സ്വാഭാവികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന രീതികൾ തന്നെയാണ്. ഇപ്പോഴെങ്കിലുമൊക്കെ സ്നേഹിക്കുക, സ്കൂളിലോ അല്ലെങ്കിൽ സ്കൂളിൽ തുടങ്ങുന്ന പ്രണയം പിന്നെ കോളേജിലേക്ക് മാറുന്നു, കൈമാറുന്നു. അതിനുശേഷം കോളേജ് വിട്ടു പോകുന്ന സമയത്ത് ഇനിയും നമുക്കറിയാവുന്ന കാര്യമാണ്, പെൺകുട്ടിയും ആൺകുട്ടിയുടെയും വയസ്സുകൾ തമ്മിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. കാരണം ഏകദേശം 18 വയസ്സാവുമ്പോൾ മുതലേ പെൺകുട്ടിക്ക് കല്യാണം പ്രായം അല്ലെങ്കിൽ കല്യാണം ആലോചിച്ച് തുടങ്ങും. ഈ ഒരു ആവലാതി അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന പെണ്ണാണെങ്കിലും ആണാണെങ്കിലും പരസ്പരം പങ്കിട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ ഇടയിലും ഇതൊക്കെ തന്നെയായിരിക്കും നടന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ വന്ന് ചോദിക്കുന്നു, വീട്ടുകാരൊക്കെ സമ്മതിക്കുന്നു. ആ സമയത്ത് 2 പേർക്കും ജോലിയില്ല, 2 പേരും പഠിച്ചുകൊണ്ട് മാത്രം ഇരിക്കുകയാണ്. പിന്നീട് ആ പെൺകുട്ടി പെട്ടെന്ന് തന്നെ ഈ പറയുന്ന ഫെഡറൽ ബാങ്കിൽ ജോലി കിട്ടുന്നു, കോഴിക്കോടേക്ക് മാറുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് ശേഷം ഈ ബന്ധത്തിൽ എന്തൊക്കെയോ ഉലച്ചിൽ സംഭവിക്കും. നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. എത്ര വലിയ ബന്ധങ്ങളായി കഴിഞ്ഞാലും പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന കാര്യമാണ്, ഈ പറയുന്ന ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായാലും അല്ലെങ്കിൽ പറയുന്ന പ്രണയിക്കുന്ന ആൾക്കാർ തമ്മിലായാലും എത്ര വർഷം വേണമെങ്കിലും കാണാതിരിക്കാനുള്ള ഒരു കഴിവ് അവർക്കുണ്ടായിരുന്നു. എന്നാലും ആ പ്രണയം അതുപോലെ തന്നെ അവർക്ക് സൂക്ഷിക്കാനുള്ള അത്രയും വലിയ വിശ്വാസമാണ് അവർക്ക് തമ്മിൽ ഉണ്ടായിരുന്നതെന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്നത്തെ പോലെ ഫോണില്ല, ബാക്കി കാര്യങ്ങളില്ല, വല്ലപ്പോഴും എഴുതുന്ന കത്തുകളോ മറ്റും മാത്രമാണെങ്കിൽ പോലും എത്ര വർഷം വേണമെങ്കിലും പരസ്പരം കാത്തിരിക്കാൻ ഉതകുന്ന തരത്തിൽ ഈ പറയുന്ന മാംസത്തിനോട് ഇഷ്ടം തോന്നുകയല്ലായിരുന്നു, ശരീരത്തിന് മാത്രം ഇഷ്ടപ്പെടുന്ന മാംസനിബദ്ധമായിട്ടുള്ള പ്രണയമാണ് എന്നുള്ള രീതിക്കൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇതല്ലായിരുന്നു പണ്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രണയത്തിന് കൃത്യമായിട്ട് പക്വതയുണ്ടായിരുന്നു, ആ പ്രണയത്തിന് വിശ്വാസതയുണ്ടായിരുന്നു, അതിനൊരു നിലനിൽപ്പുണ്ടായിരുന്നു. ഇന്നിതല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടുകൊണ്ടിരിക്കുന്നവർ തമ്മിൽ മാത്രം പ്രണയം ഉണ്ടാവുന്നു. അവർ തമ്മിൽ കണ്ണകലുന്നതോടുകൂടി തന്നെ അവരുടെ മനസ്സും അകലുന്ന രീതിക്കാണ് ഇന്നത്തെ പ്രണയങ്ങൾ എന്ന് പറയുന്നത്. അല്ലാതെ തന്നെ നമുക്കറിയാം ഇന്നത്തെ പ്രണയങ്ങളുടെ രീതി എന്ന് പറയുന്നത്, 2 പേര് തമ്മിൽ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ കൂട്ടുകാരനോ കൂട്ടുകാരിയായിട്ടോ ഇരിക്കുന്ന ആൾക്കാർ ഇടയിൽ കയറി അവിടെ അടുത്ത ട്രാക്ക് വലിക്കുന്നതാണ് ഇന്നത്തെ പ്രണയങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ സംഭവിച്ചതെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും 2 ദിക്കിലാവുകയാണ് ചെയ്യുന്നത്. അതിൽ ആൺകുട്ടിക്ക് ജോലി ഇല്ലാതെ വരുന്നു. പിന്നെ ഒരു കമൻറ്റിലൂടെ ഞാൻ കണ്ടൊരു സംഭവമാണ്, അതിൽ എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് അറിയത്തില്ല, പക്ഷേ ഈ പയ്യൻ്റെ അച്ഛൻ SI ആണെന്നുള്ളൊരു കാര്യം വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പയ്യനും പരീക്ഷ എഴുതിയെന്തോ പോലീസിൻ്റെ ടെസ്റ്റിലേക്ക് ഫിസിക്കൽ ടെസ്റ്റിൽ നിന്ന് ഔട്ടാവുകയോ അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഡിപ്രഷനോ അല്ലെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു, അതായത് തേജസ് എന്ന് പറയുന്ന യുവാവിന് ഉണ്ടായിരുന്നു എന്നൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ എത്രമാത്രം സത്യാവസ്ഥ ഉണ്ടെന്നുള്ളത് അവരുടെ കുടുംബത്തിന് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും സ്വാഭാവികമായിട്ടും ആ പയ്യനിൽ ഒരുപാട് തരത്തിലുള്ള ഈ പറയുന്ന വേവലാതി ഉണ്ടായിരുന്നുള്ളത് 100% നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന കാര്യമാണ്. കാരണം ഒരേ പ്രായത്തിലുള്ള ഒരുപോലെ പഠിച്ചു വന്ന് കല്യാണം ഉറപ്പിച്ചിട്ട് തൻ്റെ പങ്കാളിക്ക് കൃത്യമായിട്ട് ജോലി കിട്ടുന്നു, ബാങ്കിൽ നല്ലൊരു ജോലി കിട്ടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കളിയാക്കലുകൾ പലരിൽ നിന്നും ഉണ്ടായിട്ടുണ്ടായിരിക്കും. അത് വീട്ടുകാരിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെന്ന് ഉള്ള കാര്യം നമുക്കറിയാത്തൊരു കാര്യമാണ്. കൂട്ടുകാരിൽ നിന്നും മേ ബി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അവർ കളിയാക്കി പറയുന്ന കാര്യങ്ങൾ അത്രയും സീരിയസ് ആയിട്ടായിരിക്കുന്നില്ല. പക്ഷേ ഇത് ഏൽക്കുന്നവർക്ക് ഭയങ്കരമായിട്ടൊരു ആഴത്തിലുള്ള ഒരു വല്ലാത്ത മുറിവായിരിക്കും ചിലപ്പോൾ അവിടെ ഉണ്ടാവുന്നതെന്ന് പറയുന്നത്. അപ്പം
കോംപ്ലക്സ് വർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ തൻ്റെ ഇതുവരെ കല്യാണം ഉറപ്പിച്ച പങ്കാളിക്ക് ഒരു ജോലിയുമായിട്ടില്ല, പക്ഷേ എനിക്ക് ഇത്രയും ചെറിയ പ്രായത്തിൽ ഇതുപോലൊരു കല്യാണം ഉറപ്പിച്ച് വെക്കുന്നു, പക്ഷേ എനിക്ക് ജോലി കിട്ടുന്നു, എൻ്റെ പങ്കാളിക്കൊന്നും ആവുന്നില്ല, എനിക്കിതിനെ കഴിഞ്ഞ് നല്ലൊരു ബെറ്റർ ലൈഫ് കിട്ടില്ലേ എന്ന ചിന്ത വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ കോംപ്ലക്സ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന ബന്ധത്തിൽ എന്തെങ്കിലുമൊക്കെ വിള്ളലുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ വിള്ളൽ തന്നെ ആയിരിക്കും മേ ബി ഇവിടെയും സംഭവിച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ, അതായത് ഫെബിൻ മരണപ്പെട്ടുപോയ കുട്ടിയുടെ ആൾക്കാർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പെൺകുട്ടിക്ക് ഇതിൽ പിന്നീട് താല്പര്യമില്ലാതെ വന്നു, അതുകൊണ്ട് തന്നെ തേജസിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടിയെ ഇനി ശല്യം ചെയ്യരുതെന്ന്. ഇത് തന്നെയാണ് സ്വാഭാവികമായിട്ടും ഇതിന് കാരണങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ വീട്ടുകാരെടുത്ത തീരുമാനമാവാം, അതല്ലെങ്കിൽ പെൺകുട്ടിക്ക് തന്നെ തോന്നിപ്പോയൊരു കാര്യമാവാം. എന്തായാലും ഈ ഒരു ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് നേരത്തെ കുട്ടി വീട്ടുകാർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനമാണ്. കാരണം എൻ്റെ മകൾക്ക് അത്രയും പ്രായപൂർത്തി അല്ലെങ്കിൽ അത്രയും പക്വതയായിട്ടുള്ള പ്രായമായിട്ടില്ല, ഇനി അവൾക്ക് ജീവിതം മുന്നോട്ട് കിടപ്പുണ്ട്, അല്ലെങ്കിൽ പഠിക്കാൻ നീയുണ്ട്, അല്ലെങ്കിൽ ഇനിയും അവൾക്ക് ഇത്ര വയസ്സിലേ ഞങ്ങൾ കെട്ടിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ഇപ്പം ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. നീ പോയി എന്തെങ്കിലും ജോലി ഒപ്പിച്ചിട്ട് വരുമോ എന്നുള്ള രീതിക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാലും സ്വാഭാവികമായിട്ടും കുഴപ്പമില്ല. ഇത് ഉറപ്പിച്ച് കറക്റ്റ് പറഞ്ഞ് നിനക്ക് തന്നെ കെട്ടിച്ചു തരാമെന്നൊരു കൃത്യമായിട്ടുള്ള വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് അതിൽ നിന്ന് പിന്മാറുന്നതിന് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നൊരു കാര്യമില്ല. പക്ഷേ അതിനോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് നമ്മളെ ഏത് അവസരത്തിലായാലും നമ്മളെ വേണ്ട എന്ന് പറയുന്നത് ഇപ്പം കല്യാണത്തിന് മുന്നായാലും കല്യാണത്തിന് ശേഷമായാലും അങ്ങനെ ഒരു വ്യക്തി നമ്മളോട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരെ കൊന്നു കളയുക എന്നുള്ളതല്ല അതിന് മറുപടി എന്ന് പറയുന്നത്. മറുവശം നമ്മൾ ചിന്തിക്കേണ്ടതാണ്, അവർക്ക് നമ്മളോട് ജീവിക്കാൻ, നമ്മളോട് സംസാരിക്കാൻ, നമ്മളോട് ഇടപഴകാൻ താല്പര്യമില്ല എന്ന് കാണുന്ന ആ സിറ്റുവേഷൻ നമുക്ക് തന്നെ ബോധ്യപ്പെടും സ്വാഭാവികമായിട്ടും. കാരണം കുറേയധികം ഈ പറയുന്ന കണക്ക് അവഗണനകളോ അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് നമ്മളെ മാറ്റി നിർത്തപ്പെടുന്നതോ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒരുപാട് അതിനുള്ളിൽ തന്നെ വരും, നമുക്ക് തന്നെ മനസ്സിലാവും. കാരണം അത്രയും ഇടപഴകി വന്നിട്ടുള്ള രണ്ട് പേരിൽ തമ്മിൽ ഈ പറയുന്ന സംസാരത്തിൽ പോലും വരുന്ന ചെറിയ മാറ്റങ്ങൾ പോലും അത്രയും ആഴത്തിൽ സ്നേഹിച്ചവർക്ക് പരസ്പരം മനസ്സിലാക്കാൻ പറ്റും. അപ്പം തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു കാര്യമാണ്. അതേപോലെ തന്നെ ഇറങ്ങിപ്പോവുക എന്നുള്ളതാണ്. ഒരിക്കലും നമുക്ക് ഈ പറഞ്ഞ സ്നേഹം എന്ന് പറയുന്ന സാധനത്തിന് പിടിച്ചു വാങ്ങാനോ പൈസ കൊടുത്ത് വാങ്ങിക്കാനോ പറ്റുന്നൊരു കാര്യമില്ല. അത് മനസ്സിൽ ഈ പറഞ്ഞ സത്യസന്ധമായി തോന്നേണ്ട ഒരു വികാരമാണ്. അങ്ങനെ ഒരു വികാരം തോന്നിയില്ലെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും തമ്മിൽ ഒരുമിച്ച് ജീവിച്ചിട്ടും വലുതായിട്ടൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അവിടെ അടി മാത്രമേ നടക്കുള്ളൂ, അവിടെ ഈ പറയുന്നത് ജീവിതം പരാജയം മാത്രമായി പോകും. ഈ ഒരു ചിന്ത വലിയ രീതിക്ക് പഠിക്കണമെന്നില്ല, അല്ലാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പം നമ്മളോട് അത്തരത്തിലൊരു ബന്ധം വേണ്ട എന്ന് പറയുന്ന ആൾക്കാരിൽ നിന്ന് നമ്മൾ പറയത്തില്ലേ, ഇന്ന് നമ്മളെ വേണ്ടെന്ന് പറയുന്നതാണെങ്കിൽ ഇന്നലെ നിന്നെ എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള ഗട്ട്സ് നമുക്ക് ഉണ്ടാവണം. അത് ആണിനായാലും പെണ്ണിനായാലും. എന്നിട്ട് അവരുടെ ജീവിതത്തിൽ നിന്ന് പതുക്കെ അങ്ങ് ഇറങ്ങി പോകാൻ ശീലിക്കുക. ശരിയാണ്, ഒരുപാട് നാളത്തെ പ്രണയമാകാം, ഒരുപാട് വാഗ്ദാനങ്ങൾ പരസ്പരം പങ്കുവച്ചിട്ടുണ്ടായിരിക്കാം, ഒരുപാട് സ്വപ്നങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരിക്കും, ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ടായിരിക്കും, അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന മറ്റൊരാളുടെ ജീവിതം എടുക്കാനുള്ള സ്വാതന്ത്ര്യം അത് നമുക്കില്ല. നമ്മുടെ ജീവിതം പോലും അവസാനിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ശരിക്കും പറഞ്ഞാൽ നമുക്കില്ല എന്നുള്ളതാണ്. അത് ദൈവം തന്നൊരു ഇതാണ്, ജീവനാണ്. അത് ആ സമയമാകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. അതല്ലാതെ നമ്മൾ സ്വയം ചെയ്യുന്നതെന്ന് പറയുന്നത് പാപമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയും നമുക്ക് ചുറ്റും നമ്മളെ സ്നേഹിക്കുന്ന ഒരു പെണ്ണ് പോയി എന്നുകൊണ്ട് മാത്രം നമ്മുടെ ലൈഫ് വെറും ഒരു സീറോ ആയി മാറുന്നില്ല. നമുക്ക് ചുറ്റും മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ടെങ്കിൽ അവരുണ്ട്, അല്ലെങ്കിൽ കൂട്ടുകാരുണ്ട്, ചുറ്റുപാടുമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ എത്രയോ ബന്ധങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ്. അപ്പം അത് മനസ്സിലാക്കാതെ ഒറ്റ നേരത്തെ പകയിൽ തോന്നിപ്പോകുന്ന ആ ചിന്തയിൽ, തെറ്റായ ചിന്തയിൽ തോന്നിപ്പോകുന്ന ഈ പറയുന്ന പകയിൽ മേൽ അവിടെ എത്തുന്നു. അത് വാക്ക് തർക്കമായിട്ട് മാറുന്നു. ഈ പറയുന്ന തേജസ് എന്ന് പറയുന്ന യുവാവ് പെട്രോളും കൂടി കൊണ്ടാണ് വന്നത്. കാരണം ഒന്നിൽ ഈ പറയുന്ന അവരെ ചുട്ടുകൊല്ലാൻ, അല്ലെന്നുണ്ടെങ്കിൽ ആ പയ്യന് തന്നെ സ്വയം മരിക്കാനെന്നുള്ള രീതിക്ക്. എന്തായാലും അവൻ മരണത്തിന് കീഴടങ്ങും എന്നുള്ളത് 100% ഉറപ്പിച്ച് തന്നെ വന്നൊരു കാര്യമാണ്. പിന്നെ ആ പെൺകുട്ടി കോഴിക്കോടായതിനാൽ ആ പെൺകുട്ടിയെ കൊല്ലാൻ കഴിഞ്ഞില്ല, ആ പെൺകുട്ടിയുടെ ജീവൻ രക്ഷപ്പെട്ടു. പക്ഷെ എന്നിരുന്നാൽ പോലും ഇവിടെ അവസാന കാലം വരെ സ്വന്തം സഹോദരൻ്റെ ജീവൻ പോകാൻ താനൊരു കാരണക്കാരിയാണല്ലോ എന്ന ചിന്തയിലൂടെ മാത്രമേ ആ പെൺകുട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഓരോ പെൺകുട്ടികളും ആൺകുട്ടികളും കൃത്യമായിട്ട് തിരഞ്ഞെടുക്കേണ്ട, അല്ലെങ്കിൽ ഒരു ജീവിതം തിരഞ്ഞെടുക്കുന്ന സമയത്ത് ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. നമുക്ക് ഒരുപാട് പേരോട് സ്നേഹം തോന്നാം, അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ആ സ്നേഹം ഒരിക്കലും നമുക്ക് കിട്ടിയേ പറ്റൂ എന്നൊരു വാശിയിലേക്ക് എത്തുന്ന സമയത്താണ് സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതം തകരുന്നതെന്ന് പറയുന്നത്. നമുക്ക് വിധിക്കപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ നമ്മളോട് 100% ഇഷ്ടം ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മളിൽ തന്നെ നിൽക്കും. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് മാറി തന്നെ പോകും. അതിനെ കൃത്യമായിട്ട് ഉൾക്കൊള്ളാനുള്ള കഴിവ് ഏതൊരു മനുഷ്യനും, അത് ആണിനായാലും പെണ്ണിനായാലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ മാത്രമേ ജീവിതം മുന്നോട്ട് 100% സത്യസന്ധമായിട്ട് കൊണ്ടുപോകാൻ കഴിയും. അങ്ങനെ പോകാൻ കഴിയാത്തതിൻ്റെ പക്വതയില്ലായ്മ കൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ 2 ജീവനുകൾ ഇന്നലെ പോയത്. ആ ഫെബിൻ എന്ന് പറയുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ കൃത്യമായി പഠിച്ച് ജോലി ചെയ്ത് പഠിച്ചുകൊണ്ടിരുന്നൊരു കുട്ടിയാണ്, ആരെയും ബുദ്ധിമുട്ടിക്കാതെ. അപ്പം ആ ഒരു കുഞ്ഞിൻ്റെ ജീവിതം കൂടി തകരാൻ കൃത്യമായിട്ട്
കാരണക്കാരായതിൽ മാതാപിതാക്കൾക്ക് മുഖ്യമായിട്ടുള്ള പങ്കുണ്ട്, ആ സഹോദരിക്കും പങ്കുണ്ട്. ഇങ്ങനെ മാറിപ്പോകാനാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സ്നേഹിക്കാൻ പാടില്ല. നമ്മൾ 1-2 ദിവസം കാണുന്ന ഒരാളിൽ നിന്ന് നമുക്കൊരിക്കലും അവരുടെ സ്വഭാവത്തിൻ്റെ നല്ല വശങ്ങളെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. 100% ഉറപ്പായിട്ടുള്ളൊരു 10 വർഷം നമ്മൾ സ്നേഹിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഉറപ്പായിട്ടും നമ്മൾ സ്നേഹിക്കപ്പെടുന്ന സമയത്ത് നമ്മുടെ ഇപ്പം ആണാണെങ്കിലും പെണ്ണായാലും അവരുടെ തെറ്റായിട്ട് നമുക്കറിയാം. മനുഷ്യരാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവരുടെ സ്വഭാവത്തിലുണ്ടായിരിക്കും. ഇതിൽ ഉറപ്പായിട്ട് നമ്മുടെ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുന്നിൽ നമ്മൾ കാണിക്കുന്നത് പോസിറ്റീവ് വശങ്ങൾ മാത്രമായിരിക്കും. നെഗറ്റീവ് സൈഡ് ഒരിക്കലും നമ്മൾ സ്വന്തമാക്കുന്നതിന് മുന്നിൽ കാണിക്കില്ല. അതെല്ലാം ഈ പറഞ്ഞ കല്യാണം കഴിഞ്ഞതിന് ശേഷം മാത്രമേ പരസ്പരം തിരിച്ചറിയുന്നൊരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ആ ഒരു ടൈമിൽ ആരുടെയും സ്വഭാവം കണക്കാക്കാനോ കാൽക്കുലേറ്റ് ചെയ്യാനോ കഴിയില്ല എന്നത് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും കൃത്യമായി തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആരെയും അളക്കാൻ കഴിയില്ല. ആർക്കാണ് ഏറ്റവും കൂടുതൽ പകയുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല, ആർക്കാണ് നമ്മളെ ഈ പറയുന്ന തിരിഞ്ഞു കൊത്താൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മാതാപിതാക്കൾ എന്ന് പറയുന്ന അതിൽ നിന്ന് അപ്പുറത്തേക്ക് പോയിട്ട് കൃത്യമായിട്ടൊരു തീരുമാനം എടുക്കുന്നതിൽ തെറ്റ് സംഭവിക്കും എന്നുള്ളത് മനസ്സിലാക്കാനുള്ളൊരു ഒരു പാഠം തന്നെയാണ് ഈ ഒരു വാർത്ത എന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്ക് മാതാപിതാക്കളും പഠിക്കേണ്ട ഒരു കാര്യമാണ്. സ്വന്തം മക്കളുടെ ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടി തങ്ങളെടുക്കുന്ന ഈ പറഞ്ഞ ബുദ്ധിശൂന്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ കൃത്യമായിട്ട് ഇതുപോലുള്ള പക്വതയില്ലാത്ത തീരുമാനങ്ങളല്ല മക്കൾക്ക് വേണ്ടി എടുക്കേണ്ടത്. അല്ലെങ്കിൽ മകൾക്ക് മാത്രം ഒരു ജോലി കിട്ടി, മകളെ ഈ കല്യാണം ഉറപ്പിച്ച പയ്യന് ഒരു ജോലി കിട്ടിയില്ല, 21 വയസ്സോ മറ്റോ കാണത്തുള്ളൂ, ആ പെൺകുട്ടിക്കും ആ ഒരു പയ്യന് 22 വയസ്സാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെ ഇനിയും എത്രയോ നാളുകൾ ജീവിക്കേണ്ടതാണ്. ഇനി ഈ പറയുന്ന പയ്യന് 22 വയസ്സ് മാത്രമാണ്, അവന് ജോലി മേടിക്കാനുള്ള സാധ്യതകളുണ്ടായിരുന്നു. എന്നിട്ടും ആ കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് മറ്റൊരു ജീവിതത്തിലേക്ക് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ പയ്യനുണ്ടായ വാശിക്ക് കാരണക്കാർ കല്യാണം ഉറപ്പിച്ചു കൊടുത്ത മാതാപിതാക്കൾ തന്നെയാണ്. അപ്പം ഓരോ മാതാപിതാക്കളും ഇതിൽ നിന്നൊക്കെ ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. സ്വന്തം മക്കളുടെ ജീവൻ ഇല്ലാതാക്കാൻ വേണ്ടി എടുക്കുന്ന ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഇനിയെങ്കിലും ഒന്നല്ല പലവട്ടം ചിന്തിച്ച് വേണം എടുക്കാനുള്ളതെന്ന്.